ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഒന്നാം വർഷ FYUGP 4 ഇയർ UG പ്രോഗ്രാമുമായി റിലേറ്റ് ചെയ്ത് ബിരുദ പ്രവേശനവുമായി റിലേറ്റ് ചെയ്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിനും അവസരം യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുകയാണ്. അപ്പം തേർഡ് അലോട്ട്മെൻറ്റ് വരെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സ്റ്റുഡൻസും തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 1 തീയതി ജൂലൈ 1 ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ വേക്കൻ്റായിട്ട് വന്നിട്ടുള്ള സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 1/7/2024 മുതൽ 10/7/2024 വരെ പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഈ ഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. നിലവിൽ രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കൽ, റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങി എല്ലാ തിരുത്തലുകൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് വിവരങ്ങളും മാർക്കിലെ വർധനവ്, സ്പെഷ്യൽ വെയിറ്റേജ് ഓപ്ഷനുകൾ മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. പ്രൊഫൈലിൽ തിരുത്തൽ വരുത്തൽ, അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ, റീകൺസിഡർ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിനായി സർവകലാശാലയിൽ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്വയം അവരവരുടെ പ്രൊഫൈലിൽ പ്രസ്തുത മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റുകൾ ഫീസ് അടയ്ക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദാക്കിയ അപേക്ഷകർക്കും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത അപേക്ഷകർക്കും നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള പക്ഷം ആയതിലേക്ക് പരിഗണിക്കപ്പെടുന്നതിലേക്കായി ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർ വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ആദ്യ 3 ഘട്ട അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ പുതുതായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പുതിയ ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളുടെ മുൻ അലോട്ട്മെൻറ്റുകൾ നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആകുന്നതാണ്. ഈ വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം ഇവരുടെ പഴയ അലോട്ട്മെൻറ്റ് ഓപ്ഷനുകളും ഈ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാറ്റങ്ങൾ അപേക്ഷകൾ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുമാണ്. അതായത് ഓപ്ഷൻ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് എടുത്ത് തുടർ ആവശ്യങ്ങൾക്ക് സൂക്ഷിക്കേണ്ടതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 10 തീയതിക്ക് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 1 തീയതി മുതൽ 10 തീയതി വരെയുള്ള ഈ ഒരു ഡേറ്റ് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് അലോട്ടഡ് ആവാത്ത വിദ്യാർത്ഥികൾക്കുമൊക്കെ തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ആൻഡ് നിങ്ങൾക്ക് ഓരോ കോളേജിലും വേക്കൻറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കറിയാവുന്ന അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പാസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.